ഹായ്, എല്ലാവർക്കും നമസ്കാരം. edu.id എന്ന യൂട്യൂബ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ പോലെ തന്നെ വരാൻ പോകുന്ന ട്രേസർ അതുപോലെ ഡ്രാഫ്റ്റ്സ്മാൻ പരീക്ഷകൾക്കായിട്ടുള്ള PSC ആനുകാലികമായി ചോദിച്ചു വരുന്ന എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ നിങ്ങൾ കൃത്യമായി അറിയാത്ത ചോദ്യങ്ങൾ നോട്ട് ചെയ്യുക, അതിൻ്റെ ആൻസറും കൃത്യമായി നോട്ട് ചെയ്ത് വെക്കുക. എക്സാമിന് മുമ്പായിട്ട് ഈ ആൻസർ ഒന്ന് വായിച്ചിട്ട് പോവുക. ഓക്കെ, അപ്പോൾ നമുക്ക് സമയങ്ങളെന്നില്ല, ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഫസ്റ്റ് ചോദ്യം, 13ാമത്തെ ചോദ്യം. ദ ലൈൻ കണക്റ്റിംഗ് എ വ്യൂ ടു എ നോട്ട് ഈസ് കാൾഡ്. ഒരു പടത്തിനെ അതിൻ്റെ നോട്ടുമായി കണക്ട് ചെയ്യുന്ന ലൈനിനെ പറയുന്ന പേര്. ഇപ്പം നമ്മളൊരു പടം വരച്ചു, അതിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ആരോ ലൈൻ വരച്ചിട്ട് ആരോ ലൈനിൻ്റെ അറ്റത്ത് ഇന്ന പാർട്ടിൻ്റെ പേര് എഴുതും. അപ്പോൾ ഒരു ഫിഗറിനെ ഒരു നോട്ടുമായി കണക്ട് ചെയ്യുന്ന ലൈനിനെ പറയുന്ന പേര് ലീഡർ ലൈൻ എന്നാണ്. ഇത് ഡയമെൻഷനിങ് എന്നുള്ള പാഠത്തിൽ നിന്നുള്ള ചോദ്യമാണ്. ലീഡർ ലൈനാണ് ആൻസർ. ഇനി അടുത്ത 14ാമത്തെ ചോദ്യം. ടോട്ടൽ ഇന്റേണൽ ആംഗിൾ ഓഫ് റെഗുലർ ഹെക്സഗൺ ഈസ്. ഒരു ഹെക്സഗണിന്റെ ഇന്റേണൽ ആംഗിളുകളുടെ തുക, നമ്മളൊരു പോളിഗണിന്റെ ഇന്റേണൽ ആംഗിളുകളുടെ തുക കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചായിരുന്നു. 2n - 4 × 90 എന്നുള്ളതാണ് നമ്മുടെ ഫോർമുല. അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 720 ഡിഗ്രി എന്ന് കിട്ടും. മനസ്സിലാവുന്നോ? ഒരു റെഗുലർ ഹെക്സഗണിന്റെ ഇന്റേണൽ ആംഗിളുകളുടെ തുക എന്ന് പറയുന്നത് 720 ഡിഗ്രിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണ്. റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്നാൽ എന്ത്? നമ്മൾ സ്കെയിൽസ് എന്നുള്ള പാഠത്തിൽ നമ്മൾ പഠിക്കുന്നതാണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ അഥവാ RF എന്ന് പഠിക്കും. അപ്പോൾ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷന്റെ ഫോർമുല, RFന്റെ ഫോർമുല എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ലെങ്ത് ഓഫ് ആൻ ഒബ്ജക്റ്റ് ഇൻ ദ ഡ്രോയിങ് ഡിവൈഡ് ബൈ ആക്ച്വൽ ലെങ്ത് ഓഫ് ദ ഒബ്ജക്റ്റ്. നമ്മൾ ഡ്രോയിങ്ങിൽ വരയ്ക്കുന്ന ലെങ്ത് ഡിവൈഡ് ബൈ ആ ഒബ്ജക്റ്റിന്റെ ആക്ച്വൽ ലെങ്ത്. ആ ഒരു റേഷ്യോ ആണ് റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി 16ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. എ പോയിന്റ് P ഈസ് എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ. അതുകൊണ്ട് നമ്മുടെ ക്വാഡ്രിലാറ്റ്, നമ്മളുടെ ഇതറിയാമല്ലോ, ഫസ്റ്റ് ക്വാഡ്രന്റ് സെക്കൻഡ് ക്വാഡ്രന്റ് കാണുന്ന നമ്മൾ അതിൻ്റെ ക്വാഡ്രന്റുകളിൽ ഇത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്, ഇത് ഹൊറിസോണ്ടൽ പ്ലെയിനും ഇതെന്താ വെർട്ടിക്കൽ പ്ലെയിനുമാണ്. അപ്പോൾ അവരാദ്യം പറഞ്ഞിരിക്കുന്നത് എന്താ? എ പോയിന്റ് P എബോവ് ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിനിന് മുകളിലാണ്. ഇനി ഇൻ ഫ്രണ്ട് ഓഫ് വെർട്ടിക്കൽ പ്ലെയിൻ, വെർട്ടിക്കൽ പ്ലെയിനിന്റെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഇവിടവും ബാക്ക് എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ ഫ്രണ്ട് എന്ന് പറയുമ്പോൾ ഇത് ഏത് ക്വാഡ്രന്റിലാണ് ആ പോയിന്റ്? ഫസ്റ്റ് ക്വാഡ്രന്റിലാണ്, ഇവിടെയാണ് ആ പോയിന്റ് ഉള്ളത്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ, ഫസ്റ്റ് ക്വാഡ്രന്റ്. ഓക്കെ, അടുത്ത ചോദ്യം. ദ ഫോളോയിങ് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ടൈറ്റിൽ ബ്ലോക്ക് ഓഫ് ഡ്രോയിങ് ഷീറ്റ്. ഒരു ഡ്രോയിങ് ഷീറ്റിന്റെ ടൈറ്റിൽ ബ്ലോക്ക് ഉണ്ട്. നമ്മൾ റൈറ്റ് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് മാർക്ക് ചെയ്യുന്നതാണ് ടൈറ്റിൽ ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടൈറ്റിൽ ബ്ലോക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്ത ഭാഗം, നമ്മൾ ടൈറ്റിൽ ബ്ലോക്കിൽ എന്തെല്ലാം ഡീറ്റെയിൽസ് ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടൈറ്റിൽ ബ്ലോക്കിൽ ഈ താഴെ പറയുന്നതിൽ എന്താണ് ടൈറ്റിൽ ബ്ലോക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടില്ലാത്തതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസാണ്. ഒരു ടൈറ്റിൽ ബ്ലോക്കിൽ ഡ്രോയിങ് ഷീറ്റിൻ്റെ സൈസ് പ്രതിപാദിക്കത്തില്ല. ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് പ്രതിപാദിക്കത്തില്ല ടൈറ്റിൽ ബ്ലോക്കിൽ. അടുത്ത ചോദ്യം. വെൻ എ കോൺ ഈസ് കട്ട് ബൈ എ പ്ലെയിൻ പെർപെൻഡിക്കുലർ ടു ദ ആക്സിസ് ദ കർവ് ജനറേറ്റഡ് ഈസ്. ഒരു കോണിന്റെ, ഇതൊരു കോണാണെങ്കിൽ കോണ് അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഏതാ? ഇതാണ് അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് ഇതാ. അപ്പൊ ആക്സിസിന് പെർപെൻഡിക്കുലറായി കട്ട് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന രൂപം എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. അവിടെ ഉണ്ടാകുന്ന രൂപം എന്ന് പറയുന്നത് ഒരു സർക്കിൾ ആയിരിക്കും. അടുത്തൊരു ചോദ്യം. എ ലൈൻ ഈസ് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ദെൻ ഇറ്റ് ഹാസ്. ഒരു ലൈൻ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ പ്ലെയിനിന് പാരലാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിന് വെർട്ടിക്കൽ പ്ലെയിനിന് പാരലാണ്. അതുപോലെ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഇങ്ങനെ ആ ഒരു ലൈൻ വന്ന് പതിക്കുന്നു. ഈ ചോദ്യം അതേപോലെ നിങ്ങൾ നോക്കുക. എ ലൈൻ ഈസ് പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ ഇൻക്ലൈൻഡ് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലായിട്ട് ഈ ലൈനിനെ നമുക്ക് തോന്നും.
അപ്പോൾ ഇവിടെ വെർട്ടിക്കൽ ട്രേസറിനും ഹൊറിസോണ്ടൽ ട്രേസറിനും രണ്ട് പോയിന്റുകൾ നിങ്ങൾ ഓർക്കണം. ഇത് പ്രൊജക്ഷനിൽ വരുന്നതാണ്. ഇതൊരു സെക്കൻഡ് ഗ്രേഡ് ലെവൽ ചോദ്യമാണ്. നമുക്ക് ചിലപ്പോൾ ചോദിക്കാതിരിക്കാം. എങ്കിലും ഇതിന്റെ ആൻസർ നോക്കുക. ഒരു വെർട്ടിക്കൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ഒരു ലൈനിന്റെ എൻഡ് വന്ന് മുട്ടുമ്പോൾ അതൊരു ഹൊറിസോണ്ടൽ ട്രേസും, വെർട്ടിക്കൽ ലൈനിലാണ് ഒരു ലൈൻ വന്ന് ടച്ച് ചെയ്യുന്നതെങ്കിൽ അത് വെർട്ടിക്കൽ ട്രേസും ഒക്കെയാണ്. അപ്പൊ ഇങ്ങനത്തെ സന്ദർഭത്തിൽ വെർട്ടിക്കൽ പ്ലെയിനിന് പാരലും ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇൻക്ലൈൻഡ് ആയിട്ട് ഒരു ലൈൻ വന്ന് വീഴുമ്പോൾ ആ ലൈനിന് വെർട്ടിക്കൽ ട്രേസ് ഇല്ല, ഹൊറിസോണ്ടൽ ട്രേസ് മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് അതിന്റെ ആൻസർ. ഓക്കെ, അടുത്ത ചോദ്യം. എ ലൈൻ ഈസ് perpendicular to horizontal plane and parallel to vertical plane. Its front view is dashed to the xy line. xy line നമുക്കറിയാമല്ലോ. xy line എന്ന് പറയുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ ഒരു ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ പ്ലെയിൻ, ഹൊറിസോണ്ടൽ പ്ലെയിൻ, ഇതാണ് xy ലൈൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഈ xy ലൈനിന് എങ്ങനെയായിരിക്കും ആ ലൈനിന്റെ ഫ്രണ്ട് വ്യൂ ആക്ട് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എ ലൈൻ ഈസ് perpendicular to horizontal plane and parallel to vertical plane. Its front view is dashed to the xy line. And answer perpendicular ആണ്. ആൻസർ പെർപെൻഡിക്കുലർ ആണ്. ഓക്കെ, അടുത്ത ചോദ്യം. ഇൻ an aligned system of dimensioning. അലൈൻഡ് സിസ്റ്റം നമുക്കറിയാം. അലൈൻഡ് സിസ്റ്റം ഉണ്ട്, യൂണി ഡയറക്ഷണൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ ഒരു അലൈൻഡ് സിസ്റ്റം ഓഫ് ഡയമെൻഷനിങ്ങിൽ ഡയമെൻഷൻ മേ ബി റീഡ് ഫ്രം, ഒരു ഡയമെൻഷൻ വാല്യൂ എവിടെ നിന്നൊക്കെ വീക്ഷിക്കാം? ഒന്നെങ്കിൽ താഴെ നിന്ന് മുകളിലോട്ടോ അല്ലെ വലത്ത് സൈഡിൽ നിന്ന് ഇടത്തോട്ടോ ആണ് വായിക്കുന്നത്. അപ്പോൾ ബോട്ടം ഓർ റൈറ്റ് ഹാൻഡ് എഡ്ജ്. ഓപ്ഷൻ എ ആണ് 18ന്റെ ആൻസർ. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ ലൈൻ വിത്ത് എ ടേപ്പറിംഗ് വിഡ്ത്ത് ക്യാൻ ബി ഈസിലി ക്രിയേറ്റഡ് ബൈ യൂസിങ് ഡാഷ് ടൂൾ. ഇതൊരു ആട്ടോകാഡ് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ഏത് ടൂൾ ഉപയോഗിച്ചാണ് ഒരു ടേപ്പേർഡ് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുന്നതെന്ന്? ആൻസർ പോളി ലൈൻ ആണ്. ആൻസർ പോളി ലൈൻ ആണ്. 19ന്റെ ആൻസർ പോളി ലൈൻ എന്നുള്ളതാണ് 19ന്റെ ആൻസർ. അടുത്ത നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഒബ്ജക്റ്റ് ഗീവ്സ് എ സർക്കുലർ സെക്ഷൻ വെൻ ഇറ്റ് ഈസ് കട്ട് കംപ്ലീറ്റ്ലി ബൈ എ സെക്ഷൻ പ്ലെയിൻ? ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് 20 ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി സ്പിയർ ആണ് ആൻസർ. ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആയിട്ട്, ഒരു സെക്ഷനിലൂടെ കംപ്ലീറ്റ് ആയി കട്ട് ചെയ്ത് മാറുമ്പോൾ ഉണ്ടാകുന്ന ആ രൂപം, അല്ലെങ്കിൽ ഏതൊരു വിച്ച് ഫോളോയിങ് ഒബ്ജക്റ്റ് ഗീവ്സ് എ സർക്കുലർ സെക്ഷൻ, ഒരു സർക്കുലർ സെക്ഷൻ ലഭിക്കുന്നത് വെൻ ഇറ്റ് ഈസ് കട്ട് കംപ്ലീറ്റ്ലി ബൈ എ സെക്ഷണൽ പ്ലെയിൻ. അതിന്റെ കൂടെ പറഞ്ഞിട്ടുണ്ട് ഇറസ്പെക്റ്റീവ് ഓഫ് ദ ആംഗിൾ ഓഫ് ദ സെക്ഷൻ പ്ലെയിൻ. ആൻസർ സ്പിയർ ആണ്. 20ന്റെ ആൻസർ സ്പിയർ ആണ്. അടുത്ത 21ാമത്തെ ചോദ്യം. കമ്പരറ്റീവ് സ്കെയിൽ ഈസ് എ പെയർ ഓഫ് സ്കെയിൽ ഹാവിങ് എ കോമൺ. നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട് സ്കെയിൽസ്, പ്ലെയിൻ സ്കെയില്, അതേപോലെ ഡയഗണൽ സ്കെയില്, കമ്പaraറ്റീവ് സ്കെയില്, വെർണിയർ സ്കെയില്, സ്കെയിൽ ഓഫ് കോഡ്, അങ്ങനെ നമ്മൾ പലതരത്തിലുള്ള സ്കെയിൽസുകൾ പഠിച്ചിട്ടുണ്ട്. അതിന്റെയൊക്കെ വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ കമ്പരറ്റീവ് സ്കെയിൽ എന്ന് പറയുന്നത് രണ്ട് സ്കെയിലുകളുടെ പെയറാണ്. അവിടെ കോമൺ ആയിട്ട് ഈ രണ്ട് സ്കെയിലിനും ഉള്ള സംഭവം എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. യൂണിറ്റ് കോമൺ ആണോ, അല്ലെങ്കിൽ സ്കെയിലിന്റെ ലെങ്ത് കോമൺ ആണോ, അതോ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആണോ കോമൺ ആയിട്ടുള്ളത്, അതോ ലീസ്റ്റ് കൗണ്ട് ആണോ കോമൺ ആയിട്ടുള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ രണ്ട് സ്കെയിലിനും കോമൺ ആയിരിക്കും. രണ്ട് സ്കെയിലിനും കോമൺ റെപ്രസെന്റേറ്റീവ് ഫ്രാക്ഷൻ ആയിരിക്കും. മനസ്സിലാകണേ. അടുത്ത 22ാമത്തെ ചോദ്യം നമ്മൾ നോക്കുന്നു. The curve generated by a point on the circumference of a circle which rolls without slipping along outside of another circle is known as. നമ്മൾ മിസലേനിയസ് കർവ്സ് എന്ന് പറയുന്ന ആ ടോപ്പിക് എന്നുള്ള ചോദ്യമാണ് നമ്മൾ സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കർവ് ജനറേറ്റഡ് ബൈ എ പോയിന്റ് ഓൺ ദ സർക്കംഫറൻസ് ഓഫ് എ സർക്കിൾ വിച്ച് റോൾസ് വിത്തൗട്ട് സ്ലിപ്പിംഗ് ഔട്ട്സൈഡ് ഓഫ് അനദർ സർക്കിൾ
അത് നമ്മളുടെ സൈക്ലോയിഡ് ഡെഫിനിഷനിൽ നിന്ന് വരുന്നതാണ്. ഔട്ട്സൈഡ് ഓഫ് എ സർക്കിൾ എന്ന് ചോദിക്കുമ്പോൾ എപ്പി സൈക്ലോയിഡ് ആണ് ആൻസർ. എപ്പി സൈക്ലോയിഡ് ആണ് ഈ ചോദ്യത്തിന്റെ ആൻസർ. എപ്പി സൈക്ലോയിഡ് എന്നാണ്. ഇതൊക്കെ നല്ല ചോദ്യങ്ങളാണ്. സാധാരണ അധികം ചോദിക്കാറില്ല, എന്നാൽ റാങ്ക് മേക്കിംഗ് ആയി വരുന്ന ചോദ്യങ്ങളുമാണ്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഇൻ പെർസ്പെക്റ്റീവ് ഡ്രോയിങ്സ് ദിസ് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഒബ്സർവർ ആൻഡ് ദ ഒബ്ജക്റ്റ്. ഒബ്സർവറിനും ഒബ്ജക്റ്റിനും ഇടയിലായി പ്ലേസ് ചെയ്യുന്ന സംഭവം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്സർവറിന്റെ ഐ വ്യൂവിനും ഒബ്ജക്റ്റിനും ഇടയിലായിട്ട് പ്ലേസ് ചെയ്യുന്ന സാധനം എന്ന് പറയുന്നത് പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഓർ പിക്ചർ പ്ലെയിൻ ആണ്. പ്ലെയിൻ ഓഫ് പ്രൊജക്ഷൻ ഓർ പിക്ചർ പ്ലെയിൻ ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് 23ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. 24ാമത്തെ ചോദ്യം. ഇഫ് ദ വെർട്ടിക്കൽ ട്രേസ്, നമ്മൾ ഈ ട്രേസ് നോക്കുന്നത് ട്രൂ ലൈൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. അതിൽ നിന്നൊരു ചോദ്യമാണ്. അതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കാൽക്കുലേഷനും ഒക്കെ നമുക്ക് പറയുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. ഇഫ് ദ വെർട്ടിക്കൽ ട്രേസ് ഓഫ് എ ലൈൻ ഈസ് ലൈ 30 mm above reference line, then its position will be 30 mm above horizontal plane ആണ്. അത് നിങ്ങൾ ഈ വെർട്ടിക്കൽ പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ വരച്ചു നോക്കുക. അതിൽ XY ലൈൻ എന്ന് പറയുന്നത് നമുക്കറിയാം. അതിന്റെ സെന്റർ പോയിന്റ് ആണ് XY പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ ആ വരയ്ക്കുന്ന ലൈനാണ് XY ലൈൻ. അപ്പോൾ XY ലൈനിന് 30 mm എബോവ് റെഫറൻസ് ലൈൻ. റെഫറൻസ് ലൈന് 30 mm എബോവ് ആണെങ്കിൽ അത് ഹൊറിസോണ്ടൽ ലൈനിന് 30 mm എബോവ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത 25ാമത്തെ ചോദ്യം നമുക്ക് അറിയാവുന്നതാണ്. ഡ്രോയിങ് ഷീറ്റിന്റെ സൈസിൽ നിന്നുള്ള ചോദ്യം. A0 ഡ്രോയിങ് ഷീറ്റിന്റെ സൈസ് എന്ന് പറയുന്നത് ഏതാ? ഓപ്ഷൻ ബി 841 1189 mm. അപ്പൊ A0, A1, A2, A3 ഈ രീതിയിലാണ് ഇതിന്റെ കോഡ് തന്നിരിക്കുന്നത്. ആ അളവുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അതിൽ A0യുടെ അളവ് എന്ന് പറയുന്നത് 841 × 1189 mm ആണ്. ഓക്കെ, അടുത്ത ഒരു ചോദ്യം. 2 point perspective is also known as 2 point perspective. 2 point പെർസ്പെക്റ്റീവിനെ നമ്മൾ ആൾറെഡി പറയുന്ന മറ്റൊരു പേര് ആംഗുലാർ പെർസ്പെക്റ്റീവ് എന്നാണ്. ആംഗുലാർ പെർസ്പെക്റ്റീവ് എന്നാണ്. ഇപ്പൊ 2 point പെർസ്പെക്റ്റീവിനെ നമ്മൾ പറയുന്ന മറ്റൊരു പേര് ആംഗുലാർ പെർസ്പെക്റ്റീവ് എന്നാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമ്മൾ നിർത്താം. അടുത്ത ബാക്കി ഭാഗം അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വീഡിയോ ഒരുപാട് ലെങ്ത് ആവുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ മാത്രമായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് അറിയാത്ത ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നെങ്കിൽ കൃത്യമായി അത് നോട്ട് ചെയ്ത് വെക്കുക. എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും തെറ്റോ ഉണ്ടെങ്കിൽ നിങ്ങളത് കമന്റ് ബോക്സിൽ പറയുക. ഓക്കെ, താങ്ക് യു.